ഇന്നത്തെ വചനചിന്ത: നഷ്ടപ്പെട്ടു പോയ ചൈതന്യം ദൈവം മടക്കി നൽകി മാനിക്കും. ഭക്തനായ യോസെഫിനെ ഒരു ദുഷ്ടമൃഗം തിന്നുകളഞ്ഞു എന്ന് തൻ്റെ സഹോദരങ്ങൾ അവൻ്റെ അപ്പനായ യാക്കോബിനെ അറിയിക്കുന്നു. എന്നാൽ അനേക സംവത്സരങ്ങൾക്ക് ശേഷം അതേ സഹോദരന്മാരെ കൊണ്ട് തന്നെ ഭക്തനായ യോസെഫ് ജീവിച്ചിരിക്കുന്നുവെന്ന് അവരുടെ അപ്പനോട് പറഞ്ഞപ്പോൾ തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ യോസെഫ് അയച്ച രഥത്തെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് നഷ്ടപ്പെട്ടു പോയ ചൈതന്യത്തെ വീണ്ടും തിരികെ ലഭിച്ചതുപോലെ നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതിയ മകനെ തിരിച്ചു കിട്ടി സന്തോഷിച്ചതുപോലെ വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതി ഇനി ഒരിക്കലും ലഭിക്കത്തില്ലെന്ന് ഉറപ്പിച്ചതിനെ കൺമുൻപിൽ ദൈവം മടക്കി നൽകും. നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വീണ്ടും ലഭിക്കും. ദൈവത്തിൽ സന്തോഷിക്കുവാനിടയാകും. എഹെസ്കേൽ പ്രവചന പുസ്തകം 34 അധ്യായം 16 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: കാണാതെ പോയതിനെ ഞാൻ അന്വേഷിച്ചു, ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 11 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ ഭക്തനായ യാക്കോബ് ഭക്തനായ യോസെഫിനോട് പറഞ്ഞത്: നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ. എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ തൻ്റെ മകനായ യോസെഫിനെ ദീർഘവർഷങ്ങൾക്ക് ശേഷം ജീവനൊടുക്കോടെ കാണുവാൻ കഴിഞ്ഞ സന്തോഷത്തിൽ പറഞ്ഞ വാക്കുകളാണ്. കാരണം ഭക്തനായ യാക്കോബ് തൻ്റെ മക്കളിൽ നിന്നും കേട്ടത് ഇപ്രകാരമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 34 വചനം: ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു, യോസെഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു. ഏറെ നാളായി കരഞ്ഞുകൊണ്ടിരുന്ന യാക്കോബിൻ്റെ സങ്കടം സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ടായിരുന്നു. ആ മകനെ യാക്കോബിൻ്റെ മുമ്പിൽ മടക്കി കൊണ്ടുവരുമെന്നും യാക്കോബിൻ്റെ മുമ്പിൽ നിർത്തുമെന്നും നഷ്ടപ്പെട്ടതുപോലെയല്ല ശ്രേഷ്ഠനായി തന്നെ മടക്കി കൊണ്ടുവരുമെന്നും ദൈവം തീരുമാനിച്ചിരുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ സമയമായപ്പോൾ യാക്കോബിനെ തേടി പ്രതീക്ഷിക്കാത്ത ആ ശുഭ സന്ദേശമെത്തി. തൻ്റെ മകൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോടുകൂടെയുണ്ട്. അതുമാത്രമല്ല, ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ മിസ്രൈമിന് മേലധികാരിയും രാജ്യത്തിൻ്റെ ഭരണകർത്താവുമായിരിക്കുന്നു. അവന് കുടുംബമുണ്ട്, തലമുറയുണ്ട് എന്നൊക്കെയുള്ള സന്തോഷ വർത്തമാനം കേൾക്കുവാനും തൻ്റെ പ്രിയ മകൻ്റെ മുഖം കാണുവാനും കഴിഞ്ഞ യാക്കോബ് സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ വചനം ശ്രവിക്കുന്ന താങ്കളും കാത്തിരിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകും. ഭക്തനായ യോസെഫിനെ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള യാക്കോബിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം സ്വസ്ഥതയുള്ളതായിരുന്നില്ല. പ്രശ്നങ്ങളും ദുരിതങ്ങളും ഓരോന്നായി കടന്നു വന്നു. അവരുടെ ജീവിതത്തിനകത്ത് സമാധാനമുണ്ടായിരുന്നില്ല. അവസാന ക്ഷാമം കാരണം താനും കുടുംബവും പട്ടിണി കൊണ്ട് മരിക്കുമെന്ന ഘട്ടം എത്തിച്ചേർന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 2 തിരുവചനത്തിൽ വായിക്കുന്നു: നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും കഠിന പരിശോധനയിലൂടെ കടന്നു ചെന്നപ്പോൾ യാക്കോബിന് നഷ്ടപ്പെട്ടതിന് ദൈവം മടക്കി നൽകി. യോസെഫ് മടങ്ങി വന്ന ശേഷം യാക്കോബിൻ്റെ കഷ്ടകാലം അവസാനിച്ചു. സന്തോഷവും സ്വസ്ഥതയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ കുടുംബത്തിൽ മടങ്ങി വന്നു. എന്നേക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയതിനെ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്നതിനെ, ജീവിതത്തിൽ കണ്ണുനീരായി തീർന്നതിനെ ഇരട്ടി അനുഗ്രഹത്തോടുകൂടെ ദൈവം മടക്കി നൽകുന്ന അത്ഭുത പ്രവൃത്തിയാണ് കാണുന്നത്. 1 പകരം 3, അഥവാ 1 3 ദൈവം യാക്കോബിന് മടക്കി നൽകി എന്ന് വച്ചാൽ ഭക്തനായ യോസെഫിൻ്റെ പുത്രന്മാരായ മനേശ, എഫ്രീം 3 പേർ ദൈവം മടക്കി നൽകി. ദൈവം യാക്കോബിനെ മാനിച്ചു. അന്നേ വരെ വിചാരിക്കാത്ത, ഒരിക്കലും വിശ്വസിക്കാനാകാത്ത ചില വഴികളാണ് അവിടെ തുറക്കപ്പെടുന്നത്. പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. കഷ്ടതയിൽ തളർന്നു പോകരുത്. നിന്ദകൾ കേൾക്കുമ്പോൾ വേദനിക്കരുത്. നഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ താളടിയാകുവാനല്ല, വീഴ്ചകൾ കടന്നു വരുമ്പോൾ അവിടെ തകർന്നു പോകുവാനല്ല, ഇനിയും ഉയരങ്ങളിൽ മുന്നോട്ട് നടപ്പാൻ
പിൻനിരയിൽ നിന്ന് മുൻനിരയിലേക്ക് കരം പിടിച്ചുയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം ഭക്തനായ യോസേഫിനെ അയച്ച് യാക്കോബിൻ്റെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തിയതുപോലെ ക്ഷാമകാലത്ത് ധാന്യത്തിൻ്റെ അധിപതിയാക്കി ദൈവം യാക്കോബിന് മകനെ നൽകി മാനിച്ചതുപോലെ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഭക്തനായ യോസേഫിനെ മടക്കി നൽകുമ്പോൾ ഒരു മനശ്ശെയും എഫ്രയീമും ലഭിച്ചതുപോലെ 3 ഇരട്ടിയായി ദൈവം അനുഗ്രഹം നൽകി മാനിപ്പാൻ ദൈവം ശക്തനാണ്. ആകയാൽ ഈ നാളുകളിൽ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം ദൈവം മടക്കി നൽകുമെന്ന് ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.